നമ്മുടെ കണ്ണൂരിലെ യാത്ര തുടരുകയാണ്. നമ്മളുള്ളത് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ വസതിയിലാണ്. അദ്ദേഹത്തിന്റെ വിയോഗം കഴിഞ്ഞ 3 വർഷമായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സജീവമായി പാർട്ടിയെ നയിച്ച നേതാവ് കൂടിയായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടി ഈ യാത്രക്കിടയിൽ നമ്മൾ തേടുകയാണ്. കണ്ണൂരിലെ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറക്കാനാവാത്തൊരു പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രിയതമ വിനോദിനി ബാലകൃഷ്ണൻ നമുക്ക് പുഞ്ചേരിയുടെ ഞങ്ങൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ സമയത്ത് ആൾക്കൂട്ടവും നേതാക്കളും എല്ലാവരും വരികയൊക്കെ ചെയ്തിരുന്ന ഒരു സമയമാണ്. ഈ കടന്നു പോകുന്ന തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെയാണ്? പണ്ടായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്നത് വരെയുള്ളൊരു ഭയങ്കര തിരക്കും ആ ഒരു വളരെ ചിട്ടയായ പ്രവർത്തനമൊക്കെ മത്സരത്തിനുള്ള കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 വർഷമായിട്ട് വളരെ ചുരുക്കമാണ് പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നതും പുറത്തു പോകുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. വീണ്ടും LDF ഒരു തുടർഭരണ പ്രതീക്ഷയിൽ LDF പ്രവർത്തകർ പോവുകയാണ്. ഇത് കഴിഞ്ഞ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഞാനെന്നും LDF തന്നെ വിജയിക്കണം, LDF തന്നെ വീണ്ടും വരണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പാർട്ടിയിലുള്ളവരൊക്കെ അദ്ദേഹത്തിന് ഓർമ്മിക്കുന്നു എന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നു. പലരും ആ സമയത്ത് എന്നെ വിളിക്കലുണ്ട്, സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാലമായി അദ്ദേഹത്തിൻ്റെ ചിരിയോടുകൂടിയുള്ള ഒറ്റ വാർത്താ സമ്മേളനം എല്ലാ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ എല്ലാ സംശയത്തിനുമുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു സംശയമില്ലാത്ത രീതിയിൽ അദ്ദേഹം അതൊക്കെ ക്ലിയർ ചെയ്യുമായിരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് പ്രവർത്തകർ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയലുണ്ട്. ജനങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, പാർട്ടിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, ഒക്കെ സത്യമാണ്. പക്ഷെ അതിലെല്ലാം ഉപരി ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത് എനിക്കല്ലേ. എൻ്റെ നഷ്ടത്തോളം നഷ്ടം എന്തൊക്കെ പറഞ്ഞാലും ആർക്കും ഉണ്ടായിട്ടില്ല. മക്കളിൽ ആരെങ്കിലും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഇറങ്ങണം എന്നൊരു വ്യക്തിപരമായ ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നില്ല. അവർ ഈ രാഷ്ട്രീയത്തിനോട് മുഖം തിരിഞ്ഞ് നിൽക്കരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അവർ രാഷ്ട്രീയത്തിൽ വന്നിട്ട് സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നില്ല. ഞങ്ങൾ എല്ലാ കാലത്തും ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. LDFനോട് ചേർന്ന് നിൽക്കും ഞാനും എൻ്റെ കുട്ടികളും, അതിൽ തർക്കമില്ല. കോടിയേരിയുടെ വീട്ടിൽ നിന്ന് പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്തായിരിക്കും? ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ, അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നാടിൻ്റെ വികസനം ഇനിയും നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. LDF സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നമ്മൾ ഈ നിൽക്കുന്ന മുറി എന്ന് പറയുന്നത് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾ നിറയുന്ന ഒരിടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ, അദ്ദേഹത്തിൻ്റെ പത്നി തന്നെ ഇതെല്ലാം ഇവിടെ കൃത്യമായി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം യാത്ര ചെയ്തിരുന്നപ്പോഴും ഒക്കെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൃത്യമായി തന്നെ അടുക്കോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലവും ഓരോ ഓർമ്മകളും കൊണ്ടുവരും. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾ ഈ വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെ ഒലിച്ചു നിൽക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ് മറ്റൊരിടത്ത്.